നമ്മളിപ്പോൾ എവിടെ പോവാമ്മേ? പൂമ്പാറ്റയുടെ പുസ്തകം നൽകുമ്പോൾ ഹായ് ഗായ്സ്, ഞാൻ ആയുഷ്. അമ്മ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് പൂമ്പാറ്റയ്ക്ക് പുസ്തകം വാങ്ങിക്കാൻ പോവാ. അങ്ങനെ ഞാനാണെങ്കിൽ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വന്ന്. അങ്ങനെ ഉടുപ്പിട്ട് വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ച ഹെൽമെറ്റ് എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ വീട്ടിൽ പോയി ഹെൽമെറ്റും എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അമ്മ വണ്ടി എടുത്ത് റെഡിയായി. ഗേറ്റിൻ്റെ അങ്ങോട്ട് അമ്മയെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പതുക്കെ ഹെൽമെറ്റുമായിട്ട് അങ്ങോട്ട് കടന്ന്. അപ്പോൾ വണ്ടിയെ പോകുന്ന എല്ലാവരും ഹെൽമെറ്റ് വെച്ച് തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. പൂമ്പാറ്റയുടെ സ്കൂളെന്ന് മാത്രമല്ല, ഞാനും 10 വരെ അവിടെ പഠിച്ചത്. അമ്മ പോയി നേരത്തെ ബുക്ക് വാങ്ങിച്ചായിരുന്നു. ഇന്ന് കിട്ടാത്ത ബുക്കൊക്കെ തരാമെന്ന് പറഞ്ഞ് അവർ വിളിച്ച്. ഇതാണ് എൻ്റെ ജിമ്മൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം, ബോഡിയൊക്കെ സെറ്റാക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നേ. അപ്പോഴാ പനി വന്നത്, എല്ലാം പോയി. അങ്ങനെ കാര്യം പറഞ്ഞ് അങ്ങനെ നമ്മൾ സ്കൂളെത്തി. ഇതാണ് ഗായത്രി. ഇവിടെ ഞാൻ 10 വരെ പഠിച്ചത്. അങ്ങനെ വണ്ടിയൊക്കെ അമ്മ കറക്റ്റ് പാർക്ക് ചെയ്ത്. തലേന്നാങ്കിൽ ഹെൽമെറ്റ് ഊരിയപ്പോൾ ആ ചൂടിൻ്റെ ഇത് മാറിയത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാനും അമ്മയും കൂടെ നേരെ പൂമ്പാറ്റയ്ക്ക് ബുക്ക് വാങ്ങിക്കുന്നിടത്തോട്ട് പോയി. ഇത് കണ്ടോ, ഞാൻ UKG LKG ആയിരുന്നപ്പോൾ ഇവിടെ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഞാൻ 5ലോ 6ലോ എങ്ങാണ്ട് ആയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ആയത്. അങ്ങനെ ബാക്കി വന്ന ബുക്ക് വാങ്ങിച്ച് ഞാനും നേരെ ഹെൽമെറ്റ് എടുത്ത് തലേ വെച്ച്. അമ്മ ഈ വണ്ടി എടുത്തിട്ട് 15 വർഷം അടുപ്പിച്ചാവാറായി. എന്നിട്ട് ഇത് ഏറ്റവും കൂടുതൽ പെറ്റി വീണയിക്കുന്നത് ഞാൻ കാരണമാണ്. ജ്യൂസ് വാങ്ങിച്ചു തരാത്ത വാഗ്ദാനത്തിൽ എന്നെ കൊണ്ടുപോയത്. എന്നിട്ട് നേരെ എന്നെ കൊണ്ടുപോയത് ATMലോട്ടാണ്. എന്നിട്ട് എനിക്ക് പറഞ്ഞു തരുമോ എങ്ങനെയാ വിഡ്രോ ചെയ്യേണ്ടതെന്നും എല്ലാം. അങ്ങനെ അതൊക്കെ പഠിച്ച് നേരെ അമ്മയും കൊണ്ട് ഞാൻ AKലോട്ട് കയറി. പനി ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഓറഞ്ച് ജ്യൂസാണ് പറഞ്ഞത്. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പേ ഞാൻ കുടിച്ച് തീർന്ന്. എന്നിട്ട് ഞാൻ പതുക്കെ AKന്ന് ഇറങ്ങി വണ്ടിയുടെ ഇടുക്കയിലോട്ട് പോയി. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് ഓടിക്കുന്ന ഞാനാ. സാധാ ഞാൻ അമ്മയെ വെച്ചോണ്ട് ഓടിക്കാറില്ല. കാരണം ഞാൻ ഓടിക്കുന്ന ദിവസം ഞാനും എൻ്റെ പോരാളിയും തമ്മിൽ നല്ലൊരു വഴക്ക് തന്നെ നടക്കും. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിലെത്തി. ഇനി അടുത്ത വരവിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ.